പുനവിത്ത പുനമിത്ര പുനഃഭാര്യ പുനമിഹി ഏതാത് സർവ പുനർലഭ്യ ന ശരീര പുനഃ. നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ധനം, അതുപോലെ തന്നെ കുടുംബം, സുഹൃത്ത് ബന്ധങ്ങൾ, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടാം. പക്ഷേ ഇതെല്ലാം നമുക്ക് നമ്മുടെ തന്നെ പ്രയത്നത്തിലൂടെ വീണ്ടെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരിക്കൽ നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്തിൽ നമ്മൾ വളരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി നമ്മൾ യുവാക്കളുടെ നേരെ ഉണ്ടായിരിക്കുന്ന യുവാക്കളുടെ സൂയിസൈഡൽ പ്രവണതകൾ, ആത്മഹത്യാ പ്രവണതകൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഏതാണ്ട് 180-നും 170-നും ഇടയിലുള്ള യുവാക്കളാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത്. ഏതാണ്ട് 50,000-60,000 യുവാക്കളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് നമ്മൾ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ സൂചനയാണ്. The definition of yoga is യോഗ ചിത്തവൃത്തി നിരോധക. മനസ്സിൻ്റെ വ്യാപാരങ്ങളെ നിയന്ത്രിക്കുക, അതിനെ സന്തുലിതപ്പെടുത്തുക എന്നുള്ളതാണ് യോഗം എന്നുള്ള വാക്കിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. യോഗ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ പ്രവർത്തന സജ്ജം ആക്കുക, ആരോഗ്യകരമായിട്ടുള്ള ഒരു ശരീരം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക, ഇതെല്ലാം തന്നെയാണ് ശരിക്കും യോഗയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാമിൻ്റെ പേര് പ്രാണ എന്നുള്ളൊരു പ്രോഗ്രാമാണ്. പ്രാണ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ലൈഫ് ഫോഴ്സ് എന്നാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ലൈഫ് ഫോഴ്സിനെ, ജീവശ്വാസത്തിനെ എങ്ങനെ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഉള്ളിലേക്ക് എടുക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്ത പ്രാണായാമിക് പ്രോസസ്സിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത്. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശാന്തതയും ഊർജവും സമ്മാനിച്ചുകൊണ്ട് കവടിയാർ ഗോൾഫ് ക്ലബിൽ ഇന്ന് നടന്ന പ്രാണ സെഷൻ 250-ലധികം ആളുകൾക്കാണ് ഒരു പുതുതുടക്കം സമ്മാനിച്ചിരിക്കുന്നത്. നമ്മുടെ തലസ്ഥാന നഗരി നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. ശാന്തമായ മനസ്സും ആരോഗ്യമുള്ള ഒരു ശരീരവും. ക്യാമറമാൻ സന്തോഷ് കള്ളിക്കാടനൊപ്പം ലക്ഷ്മി രേണുക, മംഗളം TV.